സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. ഭാഷയുടെ ചില കുഞ്ഞ് ഊട് വഴികളും ഒരു മുക്കലും മൂളലും ഒക്കെ വെച്ചായിരിക്കും ചിലപ്പോൾ നമ്മൾ എതിർ ഡയലോഗിനെ അത് കവർ ചെയ്യുന്നു. ഇല്ല, അതിൻ്റെ എല്ലാം സൗകര്യങ്ങളും ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാന്ന് വിചാരിച്ചിട്ട് വാട്സപ്പ് എടുത്തിട്ടുണ്ട്. ജീവനുള്ള ചില കഥാപാത്രങ്ങൾ നമ്മളെ കൂടെ കുറേ വരും. നമ്മുടെ ചുറ്റുപാടുള്ള ജീവിതം പഠിപ്പിക്കുന്നതായിരിക്കും. ആവേശം ഞാൻ എൻ്റെ അച്ഛനെ തന്നെ മനസ്സിൽ കണ്ടി ചലിച്ചതാണ്. അതൊക്കെ ഫംഗ്ഷന് മണിയാശ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ആ പഴിക്ക് പോയില്ല. നമ്മൾ ഉടലുകൊണ്ട് അവിടെ എത്തുന്നില്ലെങ്കിലും സ്വപ്നം അവിടെയാണ്. പത്മരാജൻ സാറ് അതിനൊരു എൻ്റെ കോലം മറച്ചു തന്നു. അത് ഇതൊന്നും പറയാത്ത ആളാണെങ്കിൽ പറ്റുന്നൊരു ഏറ്റവും വലിയ അപകടം ഈ ഡയറക്റ്റ് തന്നെ ക്യാമറ വെച്ച് എടാ അല്ലെങ്കിൽ എടി നീ അങ്ങോട്ട് നോക്ക്, ഇത് നീ ഇതെട്, നീ പറയും കുറച്ചിട്ട് കഴിഞ്ഞ് പറയും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ത്യൻ സിനിമയിലെ അതുല്യ നടന്മാരുടെ മുൻനിരയിലുള്ള ശ്രീ ഇന്ദ്രൻസ് ആണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ ഇന്ദ്രൻസ്. നമസ്കാരം സാർ. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ താങ്കൾ അഭിനയിച്ച സൂര്യയോടൊപ്പം തമിഴിൽ അഭിനയിച്ച കറുപ്പ്, മധുബാല നായികയെ വന്ന ചിന്ന ചിന്ന ആശ എന്ന മലയാള ചിത്രം തിയേറ്ററുകളിൽ തകർത്തോടുകയാണ്. കൂടാതെ ഇപ്പം പുതിയ അനന്തൻ കാട് എന്നുള്ളൊരു ചിത്രം റിലീസായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ട് തമിഴ്നാട്ടിൽ തന്നെ ഇപ്പം വലിയൊരു ആരാധക വൃന്ദം വന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആനന്ദ വികടൻ്റെ അവാർഡ് ഫംഗ്ഷനിൽ ഗസ്റ്റായിട്ട് പോവുകയും സമുദ്രക്കനിക്ക് അവാർഡ് നൽകുകയും ചെയ്തത് അങ്ങായിരുന്നു. എന്ത് തോന്നി? ഈ തമിഴ്നാട്ടിലെ ഇപ്പോൾ ഒരു വലിയ ഫാൻസ് തന്നെ വന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയ്ക്ക് തന്നെ മൊത്തത്തിലുള്ള ഒരു ഭാഗ്യമായിട്ട് തോന്നുന്നു സാർ. പല നടന്മാരും മുൻപ് നമ്മളെ മലയാള പടമൊന്നും അവിടെ കളിക്കാൻ തന്നെ ഇടം കിട്ടൂലായിരുന്നു. ഇപ്പം അവിടുത്തെ സിനിമകൾ നമ്മൾ സ്വീകരിക്കുന്ന പോലെ നമ്മളെ സിനിമയ്ക്കും അവിടെ ഒരു ഇടം കിട്ടുന്നുണ്ട്. ആ ഭാഷയുടെ ഒരു തടസ്സമൊന്നും വരാതെ തന്നെ എങ്ങനെയോ പുതിയ തലമുറ അവരതിനെയൊക്കെ കവർ ചെയ്ത് അവർ സിനിമയുടെ കണ്ടൻറ്റിലേക്കൊക്കെ പോവുകയാണെന്ന് തോന്നുന്നു. ആ മാറ്റം എന്നെപ്പോലുള്ള പഴയ ആൾക്കാരൊക്കെ വളരെ അതിശയത്തോടെ കാണുന്നു. ഞങ്ങൾ പഴയ ആൾക്കാരാണെങ്കിലും അഭിനയത്തിൽ എപ്പോഴും പുതുമ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് മട്ടാഞ്ചേരി സുകുമാരൻ കറുപ്പിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. ആദ്യത്തെ പകുതി ശരിക്കും സുകുമാരൻ എന്നുള്ള കഥാപാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? അവിടുത്തെ താരങ്ങളെയൊക്കെ വലിയ ഇഷ്ടമാണ്. സൂര്യ പടമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൊതിയാണ്. പക്ഷേ ഈ ഭാഷയിൽ ഒരുപാട് അറിയാതെ നമ്മൾ ഈ കോമഡിയൊക്കെ ചെയ്തു വന്നുകൊണ്ട് അറിയാം നമ്മുടെ മലയാള ഭാഷയുടെ ചില കുഞ്ഞ് ഊട് വഴികളും ഒരു മുക്കലും മൂളലും ഒക്കെ വെച്ചായിരിക്കും ചിലപ്പോൾ നമ്മൾ എതിർ ഡയലോഗിനെ അത് കവർ ചെയ്യുന്നത്. പക്ഷെ അത് അത്രയും സ്വാധീനം നമുക്ക് അറിയാത്തൊരു ഭാഷയിൽ കിട്ടത്തില്ലല്ലോ എന്നുള്ള ആദ്യമുണ്ട്. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ പല പ്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ട് ഇത് പേടിക്കണ്ട, ഇതൊരു മലയാളി ക്യാരക്ടറാണ്, മലയാളി പറയുന്ന തമിഴ് അങ്ങനെ തന്നെ പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സ്വാതന്ത്ര്യം വെച്ചിട്ട് പിന്നെ പോയതാ സാർ. ആ കഥാപാത്രം ശരിക്കും ഇന്ദ്രൻസിൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻസിൻ്റെ അഭിനയങ്ങളിൽ മികച്ച ഒന്നെന്ന് മാത്രമല്ല, ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച പെർഫോമൻസുകളിൽ ഒന്നാണ്. കാരണം ആ ഒരു കോമ്പിനേഷൻ സീന് എപ്പോഴാണെങ്കിലും ആ ഒരു എന്താ പറയുന്നത് ചെറിയൊരു നോട്ടം അല്ലെങ്കിൽ ഈ ചെറിയൊരു ഡയലോഗ് ഇതൊക്കെ വെച്ച് ഒരു വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. എന്തു പറയുന്നു? എന്തോ ഒരു ഗുരുത്തോ ദൈവാധീനമൊക്കെ ആയിരിക്കും സാർ. ആ സിനിമയിലെ ഒരു ഡയലോഗിൽ പറയുന്നുണ്ട്, എനിക്ക് ഈ ജിപേ ഒന്നും അയക്കാൻ അറിയത്തില്ല, മൊബൈൽ ഉപയോഗിക്കാൻ അറിയില്ല. ശരിക്കും ഈ കയ്യിലുള്ള മൊബൈലിലൂടെ ഇതൊന്നും ചെയ്യാറില്ലേ? ഇല്ല, അറിയില്ല. ഇപ്പോഴും ഞാൻ നേരത്തെ ഇരുന്ന ഫോണിനേക്കാളും മാറ്റി വാട്സപ്പൊക്കെ ഉള്ള ഫോൺ വാങ്ങിച്ചു. പക്ഷേ എങ്കിലും അതിലേക്ക് എത്തിയില്ല. പിന്നെ എൻ്റെ ഉള്ളിലും അതൊന്നും അധികം പഠിക്കേണ്ടെന്നൊരു തോന്നലും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിലധികം ഇച്ചിരി പൂരം വായിക്കണം, സിനിമ കാണണം, എല്ലാവരും മൊബൈലിൽ അങ്ങനെ അഭിരമിക്കാറില്ല. മുഖത്ത് നോക്കി എല്ലാവരും സംസാരിക്കണമെങ്കിൽ ഞാൻ ഇതിൽ കുടുങ്ങണ്ടെന്ന് തോന്നിയിട്ടാണ്. നമ്മളെ കാഴ്ചകൾ പോലെ ട്രെയിനിൽ തന്നെ ഇപ്പം യാത്ര ചെയ്യുമ്പോൾ ആരും മുഖത്ത് നോക്കണില്ല. എല്ലാവരും ഒരുപാട് ജോലിയില്ല. അവരുടെ ജോലിയുടെ ഭാഗമാണെങ്കിൽ പോലും എല്ലാവരും ഇങ്ങനെ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കും. നമുക്കതൊരു സങ്കടമുള്ള കാര്യം. വലിയ വിലപിടിപ്പുള്ള മൊബൈലൊന്നും വാങ്ങാറില്ലേ? ഇല്ല, അതിൻ്റെ എല്ലാം സൗകര്യങ്ങളും ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാന്ന് വിചാരിച്ചിട്ട് വാട്സപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷേങ്കിലും ഈ ഗൂഗിൾ പേയും അങ്ങനെയുള്ള പരിപാടി വരുന്ന മെസ്സേജ് ചിലപ്പോൾ ഓപ്പൺ ചെയ്തൊക്കെ നോക്കാൻ അറിയാം, തിരിച്ചയക്കലൊക്കെ ബുദ്ധിമുട്ടാണ്. സൂര്യ പറഞ്ഞതായിട്ടാണ് കേട്ടത്, അതായത് ഇന്ദ്രൻസിൻ്റെ ഡേറ്റ് എന്ന് കിട്ടുന്നോ അന്ന് ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയാൽ മതിയെന്ന്. ഈ സൂര്യ ഒരു തമിഴിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ളൊരു നടൻ. അദ്ദേഹം തന്നെ പറഞ്ഞു ഇന്ദ്രൻസിൻ്റെ അഭിനയം എന്നെ വിസ്മയിപ്പിച്ചു, ഞാനും ഒരു ഫാനാണെന്നൊക്കെ പറഞ്ഞു. അവരുടെയൊക്കെ ഒരു സെറ്റിലുള്ള ഒരു പെരുമാറ്റ രീതിയൊക്കെ എങ്ങനെയായിരുന്നു?
ഭയങ്കര പാവമാണ് സാർ അവർ. ആണല്ലേ? ഭയങ്കര നമ്മളൊക്കെ ഇച്ചിരി കൂടിപ്പോയോ എന്ന് തോന്നും. അത്രയും ഭയങ്കര സ്നേഹവും ഇടപെടുന്നതൊക്കെ അതുപോലെ. പിന്നെ ഒരു വലിയ ഘടകമാണോ? ആണ്. നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് പ്രോംപ്റ്റ് കേട്ട് അങ്ങനെ അഭിനയിച്ചാൽ ചില ക്യാരക്ടറിനൊക്കെ ചിലപ്പോൾ ബലം പിടിച്ചൊക്കെ ചെയ്യാൻ പറ്റും. എന്തായാലും എനിക്ക് പേടിയാണ്. നമ്മൾ സംസാരിക്കുന്നതിനോടൊപ്പം നമ്മളെ മുഖവും നമ്മുടെ എല്ലാം മാറുമല്ലോ. അത് നമുക്ക് സംശയം കിടന്നാൽ ഒരിക്കലും അത് വരില്ല. അത് പേടിച്ചിട്ടാണ് ഞാൻ പോകാതിരുന്നത്. അഥവാ പോയാൽ പോലും അത്രയും സൂക്ഷിക്കേണ്ടിയിരിക്കും. എളുപ്പമല്ല. ഈ സെറ്റിൽ സൂര്യയും സംവിധായകനും ഒക്കെ വളരെ നല്ല അവർ ഭയങ്കര പിന്നെ ആ ഡയറക്ടറാണെങ്കിൽ എനിക്കൊന്ന് ഈ മീഡിയ ആയിട്ടൊക്കെ ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് അടങ്ങിയിരിക്കുകയില്ല. എപ്പോഴും മൈക്ക് വെച്ചാൽ ബാലാജി പുള്ളി അതിൽ അഭിനയിച്ചു. അതുകൊണ്ട് ആളിങ്ങനെ എപ്പോഴും സെറ്റ് ഇളക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ടൈം ആകുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മുടെ അടുത്തുനിന്ന് ക്യാരക്ടർ പറഞ്ഞു തരും. പിന്നെ സൂര്യ സാറാണെങ്കിലൊക്കെ അത് ഭയങ്കര അധികം അങ്ങനെ സംസാരിക്കുന്നില്ല, അവിടെ നിൽക്കും. അങ്ങനെയൊന്നും ഓടിപ്പോയി ഷോട്ട് കഴിഞ്ഞാൽ മാറിക്കളയൊന്നുമില്ല. അവിടെ തന്നെയൊക്കെ നിൽക്കും കുറേ നേരം നിന്നിട്ട്. അപ്പോൾ അത് നമുക്ക് കൂടുതലൊരു ഉത്തരവാദിത്വമാണ്. ഷൂട്ടിങ്ങിൻ്റെ രീതി രാവിലെ തൊട്ട് രാത്രി വരെ പോകുമോ അതോ? ഇല്ല, അവിടെ വളരെ നേരത്തെ തന്നെയുള്ള നിയന്ത്രണമാണ്. അവർ രാവിലെ തുടങ്ങിയാൽ 6 മണിക്ക് മുമ്പൊക്കെ നിർത്തി പോകും. എല്ലാവർക്കും റെസ്റ്റ് എടുക്കാം. ഇനി നൈറ്റ് സീൻ അഥവാ ഉണ്ടെങ്കിൽ അവർക്ക് ഫ്ലോറൊക്കെ ഉണ്ടല്ലോ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവർ ചിലവഴിക്കുന്ന പൈസ അവർ ആ രീതിയിൽ മുതലാക്കുന്നുണ്ട്. നമ്മൾ ഒരു പകലും രാത്രിയൊക്കെ വെച്ച് അടിക്കുകയൊന്നുമില്ല. അവരിങ്ങനെ ആ പകൽ തന്നെ ആയിരിക്കും ഒരു പക്ഷേ നൈറ്റ് സീൻ എടുക്കണം. അതെല്ലാം ഔട്ട്ഡോർ ആണെങ്കിൽ അവരത് ഉച്ചയ്ക്ക് തുടങ്ങുള്ളൂ. 2 മണിക്ക് തുടങ്ങി ഒരു 12 മണി വരെയൊക്കെ ചെയ്യും. അത്രയൊക്കെ ഉള്ളൂ. മകളായിട്ട് അഭിനയിച്ച അനഘ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. അവള് എറണാകുളം ആലുവ കുട്ടിയാണ്, മലയാളിയാണ്. അവർ നല്ല പെർഫോമൻസ് ആയിരുന്നു. ആ കുട്ടിയും മമ്മൂക്കയുടെ അതൊരു പടത്തിൽ മോളായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എന്തോ ആലപ്പുഴ ജിംഖാന അതിലേക്ക് അഭിനയിച്ച കുട്ടിയാണ്. താങ്കളുടെ ഒരു കരിയർ തുടങ്ങുന്നത് ശരിക്കും ഒരു കോമഡിയൻ നടൻ എന്നുള്ള നിലയിൽ നിന്നാണ്. പിന്നീട് വലിയ കഥാപാത്രങ്ങളിലേക്ക് വന്നു. ശരിക്കും ഈ കഥാപാത്രങ്ങൾക്ക് ആത്മാവുണ്ടോ? ഉണ്ട് സാർ. അത് കോമഡിയനായാലും സീരിയസ് ആയാലും അതുണ്ട്. കോമഡിയനാണ് അത്യാവശ്യം വേണ്ടത്. ഇല്ലെങ്കിൽ ചിരിക്കില്ല, അവർക്ക് ചിരിക്കാൻ തോന്നില്ല. ഈ ആത്മാവിനോട് ഇഴുകിച്ചേർന്ന് അല്ലെ ലയിച്ച് ചേർന്നായിരിക്കും അഭിനയിക്കുന്നത്. അതിൽ നിന്ന് ഈ കഴിഞ്ഞാൽ അത് കഥാപാത്രം പിന്തുടരും അതോ ആക്ഷനും കട്ടിനും ഇടയിൽ അതോടെ തീരൂല. ചില ജീവനുള്ള ചില കഥാപാത്രങ്ങൾ നമ്മളെ കൂടെ കുറേ വരും, കുറേ നിൽക്കും. അടുത്തൊരു കഥാപാത്രം ശക്തമായിട്ട് ചെയ്യണത് വരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ചായ എവിടെയും കയറിക്കളയും. അങ്ങനെ കില്ലാടിയായ കഥാപാത്രങ്ങളുണ്ട്. അത് സൂചിപ്പിക്കാവോ? അത് എനിക്ക് വേണം ആളൊരുക്കം. നിശബ്ദമായിട്ടിരുന്നാലും നമ്മൾ അങ്ങനെ ആയിപ്പോവും. പിന്നെ ഈ ഏതോ ഒരു കുട്ടിച്ചായൻ, ഞാൻ കുറെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയാം. അന്നേരം മനസ്സിൽ വരുന്ന ഒരു ചിന്ത, ആളൊരുക്കത്തിലെ പിഷാരടി. എന്താണ് മനസ്സിൽ വരുന്നത്? പിഷാരടിക്ക് അങ്ങനെ കൂട്ടാരുമില്ല, കുടുംബത്തിലൊന്നും കൂട്ടില്ല. ഭാര്യയും മക്കളും എല്ലാം പോയി. അയാളുടെ ഓട്ടം തുള്ളൽ, അയാളുടെ കല മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും കുടുംബം അയാളെ വേട്ടയാടുന്നുണ്ട്. അയാൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ അയാളെ നിഴല് തേടിക്കൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. VC അഭിലാഷ് സംവിധാനം ചെയ്ത ആ ചിത്രമാണ്. ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ എന്തെങ്കിലും മുൻ മാതൃകകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുന്നൊരുക്കങ്ങളോ നടത്താറുണ്ട്? എങ്ങനെയാണത്? ഇല്ല, അദ്ദേഹം പറഞ്ഞു തന്ന എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു ചെറുപ്പമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രായത്തിനേക്കാളും പക്വതയുള്ളൊരു സ്ക്രിപ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ആ കഥാപാത്രം. അങ്ങനെ ഒരു കഥ ഒരാൾ അവതരിപ്പിച്ചും കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടം തോന്നി. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പുതിയ ആളായിട്ട് പോലും കൂടെ ആരും അഭിനയിക്കുന്നതെന്നോ എന്ത് പ്രതിഫലമെന്നോ ഒന്നും ചോദിക്കാതെ പോയി ചെയ്തത്. ആ ഒരു കൊതിയുണ്ടാവും. പക്ഷേ അതിലയാൾ ഗംഭീരമായിരുന്നു. പക്ഷേ ആൾ പിന്നീട് 2 പടം ചെയ്തു. ഇപ്പം ഞാൻ ആലോചിക്കുന്നത് ഇപ്പോഴാണ് അദ്ദേഹം ആളൊരുക്കം ചെയ്തെങ്കിൽ അത് കുറേ കൂടെ ഏതോ തലത്തിലെത്തിയേനെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് വരുന്ന അതെ, അദ്ദേഹത്തിൻ്റെ തുടക്കമില്ല. അപ്പോൾ അതിന് ശരിക്കും അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റുന്നൊരു അസോസിയേറ്റോ ബാക്കി ഘടകങ്ങളൊന്നും അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ആൾ അത്രയും മിടുക്കനായിരുന്നതുകൊണ്ട് ആളുടെ സൃഷ്ടി ആയതുകൊണ്ടും ആൾക്ക് അത്രയും വരെ എത്തിക്കാൻ പറ്റും. അതിലൂടെ അംഗീകാരവും അവാർഡും ലഭിച്ചല്ലോ. ലഭിച്ചു. പിന്നീട് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയായിരുന്നു ഹോം, ഒളിവർ ട്വിസ്റ്റ്. അതിന് ഒരു അച്ഛൻ്റെ വേഷമാണ്. പക്ഷേ അന്ന് വരെ കാണാത്ത, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു അച്ഛൻ. എങ്ങനെയാണ് അതിലേക്ക്? അതിൻ്റെ ഒരു പരിധി വരെ സ്ക്രിപ്റ്റ് റൈറ്റർ മേക്കപ്പ് മാൻ ഒരു പങ്കുണ്ട്. ഞാൻ എൻ്റെ ഇന്ദ്രനെ ഒരുപാട് മാറ്റി മേക്കപ്പ് മാൻ.
പിന്നെ രൂപത്തിൽ വലിയ മാറ്റം വന്നു. കാഴ്ചയിൽ നമ്മൾ പകുതി ചെയ്താൽ മതി, പകുതി ആ അപ്പിയറൻസ് തന്നെയുണ്ട്. അത് ജനത്തിന് വലിയ കാര്യം. മേക്കപ്പിൻ്റെ ഒരു വലിയ പങ്കൊക്കെ ഈ റോണക്സിനെ പോലെ, പട്ടൺ രക്ഷിതിനെയും രഞ്ജിത്ത് അമ്പാടിയെ പോലെയൊക്കെ ഉള്ള ആൾക്കാർ വന്നതുകൊണ്ട് ആ സാന്നിധ്യം അറിയുന്നത്. അത് തിരിച്ചറിയുന്ന ഡയറക്ടർമാരും കുറവാണ്. ആരെങ്കിലും മതി എന്നുള്ളതുണ്ട്, ബന്ധങ്ങളൊക്കെ വെച്ച് കൊണ്ടുവരും. പക്ഷേ എങ്കിൽ അത് വലിയൊരു ഘടകമാണ് കോസ്റ്റ്യൂമും മേക്കപ്പും. അത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ നമ്മൾ ഒരു ആത്മാവ് തേടിയെടുത്താൽ നമ്മൾ വിജയിക്കും എന്നുള്ളതാണ്. അതിൻ്റെ കഥ, അതിൻ്റെ ഡയറക്ടറും അതേപോലെ അദ്ദേഹത്തിൻ്റെ ഫാദർ ഏതാണ്ട് എൻ്റെ സാമ്യമുള്ള, എന്നെ പോലത്തെയൊക്കെ അറിവൊക്കെ ഉള്ള, അതിനേക്കാളും ഒരു ഭയങ്കര ചിന്തയുള്ള ഒരാളായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ആണ് ഈ ഒലിവർ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ. എനിക്ക് റോജിൻ തോമസിൻ്റെ ഫാദറാണ് അതിൻ്റെ ഒരു പ്രധാന തൂണെന്ന് തോന്നുന്നു അയാളുടെ ചിന്തയിൽ. ആ സിനിമ ഒരുപാട് അന്ന് വാസ്തവത്തിൽ സംസ്ഥാന അവാർഡ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അന്ന് അത് പരിഗണിക്കപ്പെടാതെ പോയി. പക്ഷേ ദേശീയ തലത്തിൽ അംഗീകാരം അല്ലേ? അത് അന്ന് ഒരു വലിയ ചർച്ചയൊക്കെ ആയിരുന്നത്. ഇപ്പൊ ഓരോ കഥാപാത്രത്തിലേക്ക് വരുമ്പോഴും ഇപ്പം ആളൊരുക്കത്തിലെ പിഷാരടി അല്ല ശരിക്കും ഈ ഒലിവർ ട്വിസ്റ്റായിട്ട് മാറി ഭയങ്കരമായ മാറ്റമാണ്. മറ്റൊരു ചിത്രത്തിലേക്ക് വന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ഒരു സിനിമയാണ് ചിന്ന ചിന്ന ആശ. അത് മധുബാല എന്ന് പറഞ്ഞൊരു ദക്ഷിണേന്ത്യൻ നടിയാണ് അതിൽ നായികയായിട്ട് വന്നത്. ഹിന്ദിയിലുമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, റോജയിലെ നായിക. പക്ഷേ വളരെ എന്താ പറയുക, വളരെ സട്ടിലായിട്ട് ഈ അനുരാഗം ഉള്ളിൽ ഒളിപ്പിച്ച് ഉള്ള ഭാവങ്ങൾ. എന്താണ് ആ കഥാപാത്രത്തെ കൺസീവ് ചെയ്തതിനെ കുറിച്ച് പറയുന്നത്? അങ്ങനത്തെ ഒരുപാട് പേര് എൻ്റെ കൂട്ടുകാരിൽ തന്നെ ഉണ്ട് സാർ. ചെറുപ്പത്തിലെ ഒരുപക്ഷെ ഭാര്യ മരിച്ചുപോയി, മോളുണ്ട്, നമ്മുടെ മാന്യത കാത്തു സൂക്ഷിക്കണം, നമുക്ക് അങ്ങനെയൊക്കെ ഒതുങ്ങി ഭയങ്കരമായിട്ട് ജനങ്ങളുമായിട്ട് എല്ലാം മറന്ന് ജീവിക്കുന്ന ഒരുപാടുണ്ട്. അങ്ങനെ ഒരാളാണ്. ആ സ്ത്രീയെ സംബന്ധിച്ച് വേറൊരു തലത്തിൽ അവരും തുല്യതയ്ക്കാണ്. അപ്പോൾ നമുക്ക് ശരിക്കും കൂട്ടുകാരെക്കുറിച്ചോ പരിചയമുള്ള ആരെയും കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്ക് അവരുടെ ഒതുക്കം, അതിലും അപൂർവ ഒരു കുഞ്ഞു ശതമാനം അങ്ങനെയുള്ള പുരുഷന്മാരുണ്ടാവുള്ളൂ. എങ്കിലും അവരിൽ ആരെങ്കിലുമൊക്കെ ഒരു കൂട് നമുക്ക് തേടാൻ കഴിഞ്ഞാൽ എളുപ്പമാണ്. പിന്നെ ആ കുട്ടിയും ഭയങ്കരമായിട്ട് ഈ അച്ഛനെയും ആ അമ്മയും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നമുക്കിങ്ങനെ പറഞ്ഞു തരുക. അവൾ ഭയങ്കര മിടിക്കുകയായിരുന്നു. അഭിനയിക്കുകയാണെന്ന് തോന്നത്തില്ല എന്ന് പറയാം ചില പ്രേക്ഷകർ. ആ ഒരു അഭിപ്രായത്തെക്കുറിച്ച് എന്താ പറയുന്നത്? അതെങ്ങനെയാണ്? അതിൻ്റെ ഒരു മാജിക്കാണോ? എന്താണത്? അത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്നതാണോ? അത് കുറച്ച് പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടേക്ക് എത്താൻ പറ്റുന്ന കാര്യമായിരിക്കും. എനിക്ക് എൻ്റെ അടുത്ത് വേറെ ആൾക്കാർ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 10-40 കൊല്ലമായില്ലേ സാർ. അപ്പം എങ്ങനെയോ അവിടേക്ക് എത്തിയതായിരിക്കും. അങ്ങനെ ആയിരിക്കും നമ്മുടെ ചുറ്റുപാടുള്ള ജീവിതം പഠിപ്പിക്കുന്നതായിരിക്കും. ഒരു കഥാപാത്രത്തെ കിട്ടുമ്പോൾ അതിൻ്റെ മാതൃകകളുണ്ടോ എന്ന് അന്വേഷിക്കാറുണ്ടോ? അതിന് ആത്മാവുണ്ടെങ്കിലേ അങ്ങനെ അന്വേഷിക്കട്ടെ, ഇല്ലെങ്കിൽ ചെറുപ്പം പോയി പ്രസൻറ്റ് ചെയ്ത് പോകത്തേ ഉള്ളൂ. ചില കഥാപാത്രങ്ങൾക്ക് ആത്മാവ് ഒന്നും ഉണ്ടാവില്ല. പ്രോംപ്റ്റ് ഒന്ന് ചെയ്തു തരാൻ പറയും, കാരണം നമ്മൾ പഠിച്ചിട്ടും കാര്യമില്ല എന്നറിയാം. ചിലരങ്ങനെയാണ്, അവർ ഭയങ്കര ചെയ്തു വരുമ്പോൾ അവർ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കും, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളിടത്തൊക്കെ നമ്മൾ സബ്സ്റ്റൻസ് ഉണ്ടോ എന്നുള്ളത് ഇതിൻ്റെ കഥ കേൾക്കുമ്പോൾ അറിയാം. ഇപ്പം പട എന്ന ചിത്രത്തിലെ എനിക്ക് തോന്നുന്നു മുണ്ടൂർ കണ്ണൻ, ആ വേഷം അത് ഒരു വളരെ മൈൽ സ്റ്റോൺ ക്യാരക്ടറായിരുന്നു. ഒരുപാട് സംഘർഷം, സങ്കടം, ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ നടക്കൂല എന്ന് അറിയാമെങ്കിൽ പോലും പെട്ടുപോയി എല്ലാം തീരുമെന്ന് അറിയാവുന്നുള്ളൊരു വൃദ്ധൻ. ഭയങ്കര എനിക്ക് അദ്ദേഹത്തിൻ്റെ പുസ്തകം തോന്നുന്നു, ഡയറക്ടർ കമൽ സാറ് ആ പുസ്തകം തന്നു. അത് വായിക്കുമ്പോൾ നമുക്ക് അറിയാം അതിലുണ്ട് ആ ഒരു ക്യാരക്ടറാണെന്നറിയാം. അപ്പോൾ ഒരുപാട് വർത്തമാനം പറയാനില്ല, ഒരുപാട് തുറന്ന് പ്രതികരിക്കാനൊന്നും പറ്റാത്ത ഒരാളിൻ്റെ ഒരു അവസ്ഥ നമുക്ക് കിട്ടും, മനസ്സിൽ കിട്ടും. അപ്പോത്തിക്കീരി എന്നുള്ള ചിത്രത്തിലെ അച്ഛൻ ജോസഫ്, ആ വേഷത്തെക്കുറിച്ചോ? ആ വേഷം ഞാൻ എൻ്റെ അച്ഛനെ തന്നെ മനസ്സിൽ കണ്ടി ചലിച്ചതാണ്. അച്ഛനെങ്ങനെ മിതമായിട്ട് അച്ഛൻ്റെ ഒരു മോഹമൊക്കെ അങ്ങനെ, അച്ഛൻ കുറേയൊക്കെ അങ്ങനെ തന്നെ എനിക്ക് തോന്നി. നിസ്സഹായതയും കാര്യങ്ങളൊക്കെ അത് നല്ല നോവുമായിരുന്നു. അവർ ചെയ്യാൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ സ്ക്രിപ്റ്റിൽ അത് വായിക്കുമ്പോൾ ആരായാലും അഭിനയിച്ച് പോകും സാർ. അങ്ങനെ ചില ഡയറക്ടർമാരുടെ കയ്യിൽ ചെന്ന് പെടുമല്ലോ, മാധവ് രാംദാസ്, അങ്ങനെ ചില ആൾക്കാരുടെ കയ്യിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർ നമ്മളെ വേറെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകും, നമ്മളറിയുകയില്ല. അഞ്ചാം പാതിരയിലേക്ക് വരുമ്പോൾ റിപ്പർ രവി അതുവരെ ഉള്ള എന്നൊരു വലിയ വില്ലൻ, അതുവരെ കണ്ട ഇന്ദ്രൻസിനെ അല്ല കാണുന്നത്. അതെങ്ങനെ സംഭവിച്ചു? ആ ഒരു വില്ലൻ പറ്റുമെന്ന് കരുതിയോ? നമ്മൾ അത്രയും പേരെ കൊന്നാൽ സുഖമാണ് കിട്ടുന്നതെങ്കിൽ ഒരു പ്രഥമൻ കുടിക്കാണെങ്കിരിക്കും.
ഓണപ്പായസമൊക്കെ കുടിച്ചിട്ടൊരു അമ്പക്കം വിടുന്ന സുഖമായിരിക്കും അയാൾക്ക്. അങ്ങനെ മനസ്സിൽ കണ്ട് അങ്ങ് ചെയ്യുന്നതാണ്. ശരിക്കും ഒരു നിരീക്ഷണമാണ് നമ്മൾ ഇത്തരം ക്യാരക്ടർ ഉൾക്കൊള്ളാൻ കൂടുതൽ സഹായിക്കുന്നത് അല്ലേ? അതെ സാർ, ജീവിതം പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏതാണ്ട് ഇതാണ് നമ്മുടെ അയൽവക്കവും നമ്മുടെ ആൾക്കാരും കൂട്ടുകാരും. നമ്മൾ കുറച്ച് യാത്ര ചെയ്യുകയും നിരീക്ഷിക്കുകയും കൂടെ ചെയ്താൽ, കുറച്ച് വായിക്കുകയും കൂടെയൊക്കെ ചെയ്താൽ ഏതോ വലിയ എഴുത്തുകാരൻ്റെ കഥാപാത്രമൊക്കെ വേറെ രൂപത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കാട് എന്നുള്ള സിനിമയിലെ പി ശശി നമുക്ക് തന്നെ നമ്മുടെ മുന്നിൽ ഒരു പൊളിറ്റിക്കൽ ലീഡർ അതിന്റെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തെ അനുകരിച്ച് ചെയ്തതാണോ അതോ അദ്ദേഹം തന്നെ അഭിനന്ദിച്ചിട്ടുണ്ട്? അതേ അനുകരിച്ചത് തന്നെ. പിന്നെ അല്ലാതെ എനിക്ക് ഉള്ളിലും അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. അപ്പൊ അതുകൊണ്ടൊരു വളരെ തുറന്ന എന്തും തുറന്ന് ചോദ്യം, പേടിക്കാൻ എന്താ പറയുന്നത്, വരട്ടെ, ഞാൻ ഇതാണല്ലോ ചെയ്തത്, ഇതാണല്ലോ ഞാൻ ചിന്തിക്കുന്നത് തുറന്ന് പറയാൻ പറ്റുന്ന ഒരാൾ വലിയ കാര്യം. അവിടെ ഭയങ്കര ശുദ്ധന്മാരുമായിരിക്കുമല്ലോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പേടിച്ചിരുന്നു അദ്ദേഹത്തിനെ നേരിട്ട് കാണുമ്പം ഇനി എന്താവുമെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ സഹാക്കന്മാരാണ് ആ സമയത്ത് ആ ഷൂട്ട് ചെയ്യാനൊക്കെ ഇടമൊക്കെ ഒരുക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഡയറക്ടർ എന്നിട്ട് മിഥുൻ മാനുവൽ തോമസിൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഈ ഡയലോഗൊന്നും ഉറക്കെ പറയണ്ട, മനസ്സിൽ പറഞ്ഞ് ചുണ്ടനയ്ക്കാൽ മതി, ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടുന്ന് പോവും, ഓടിക്കുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയായിരുന്നു അത് ചെയ്യിച്ചെടുത്തത്. അദ്ദേഹത്തിൻ്റെ ഒരു ധൈര്യമൊക്കെ തന്നെയായിരുന്നു. മണിയാശനെ അതൊക്കെ ഫംഗ്ഷന് മണിയാശ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പഴിക്ക് പോയില്ല. പിന്നെ നമ്മുടെ എന്തൊരു മീഡിയ, അതൊക്കെ ഒരു പത്രപ്രവർത്തകൻ തന്നെ, കൂട്ടുകാരെല്ലാം കൂടെ, അയാളുടെ നാട് അവിടെയാണ് കട്ടപ്പന. അപ്പോൾ അവർ ഇങ്ങനെ മാധ്യമ പ്രവർത്തകരെല്ലാം കൂടെ ചേർന്ന് സംഘടനയുണ്ട്, അപ്പോൾ അതിൽ ഈ വർഷത്തെ അവാർഡ് ചേട്ടനാണ് തരുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് പോകാൻ നേരത്ത് അവിടുത്തെ നോട്ടീസാണ്, ഞെട്ടിപ്പോയി, അധ്യക്ഷൻ മണിയാശാനാണ്. അപ്പോൾ ഒന്ന് പേടിച്ചിരുന്നു. ഇങ്ങനെ ഇവിടെ നിന്നോ എനിക്കങ്ങ് മൂത്രമൊഴിക്കണോ എന്തൊക്കെയോ ഒപ്രാളായിരുന്നു. പക്ഷേ ആ സമയമായി എല്ലാവരും വന്ന ശേഷം ആശാൻ വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സ്വാഗതമൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ ആശാൻ വന്നു. അവിടുന്ന് കയറി വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റു, ഞാനും എഴുന്നേറ്റ് നേരെ ഓടി വന്ന് ചിരിച്ചിട്ട് എന്നെ വന്ന് കെട്ടിപ്പിടിച്ച്. ഞാൻ കണ്ട് ഗംഭീരമായിരുന്നു, നന്നായിരുന്നു, മേടിക്കണത് പറഞ്ഞ് കുറേ നേരം കെട്ടിപ്പിടിച്ച് വെച്ചിരുന്നു. അപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണ. പിന്നെ വലിയ കൂട്ടായി, ഇടയ്ക്കൊക്കെ വിളിക്കും, ഞാനും ഒക്കെ ഉണ്ടെങ്കിൽ കാണുകയൊക്കെ ചെയ്യും. മറ്റൊരു കഥാപാത്രം നേരത്തെ സൂചിപ്പിച്ച തന്നെയാണ് ഉടൽ എന്ന സിനിമയിലെ കുട്ടിയച്ഛൻ. അത് ഒരു എല്ലാം വില്ലനി എല്ലാം കലർന്ന ഒരു വേഷം. അതിന് ചിലപ്പോൾ പ്രേക്ഷകരെ പ്രതീക്ഷിക്കാത്ത, പക്ഷെ അത് വലിയ പെർഫോമൻസ്. ശരീരം വേണ്ടാത്തൊരു കഥാപാത്രം. എത്ര അവശനായാലും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ രക്ഷപ്പെടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ മനസ്സ് തന്നെയാണെന്ന് തോന്നിപ്പോകുന്നൊരു കഥാപാത്രം. അതും എനിക്ക് ശരിക്കും മനസ്സിൽ തന്നെ കിട്ടി നൊന്തും ആഘോഷിച്ച് ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടറായിരുന്നു. മറ്റൊന്ന് ടൈറ്റിൽ റോളാണ് ആശാൻ. ആശാൻ കണ്ടിട്ട് മമ്മൂട്ടി പറഞ്ഞത് അത്ഭുതപ്പെട്ടു പോയെന്ന് പറഞ്ഞു ഈ അഭിനയം കണ്ടിട്ട്. അതിൽ ആശാൻ എന്ന് പറയുന്ന കഥാപാത്രം തികച്ചും ഈ പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്തു ഭയങ്കര വ്യത്യാസം. റോണക്സ് ആയിരുന്നു. അവരതിനുവേണ്ടി ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, അത് അറിയാവുന്ന പ്രൊഡ്യൂസർമാരും ഡയറക്ടറും അവർക്ക് അവസരം കൊടുക്കും. അപ്പോൾ നമുക്ക് എളുപ്പമാണ്, ജോലി എളുപ്പമാണ് സാർ. ആ കോസ്റ്റ്യൂം മേക്കപ്പൊക്കെ വരുമ്പോഴേ ഇല്ലേലും ഒന്നും ഉണ്ടാവില്ല, ചെന്നിട്ട് ഇറങ്ങി നിന്ന് എഴുതി വെച്ച ഡയലോഗും പറഞ്ഞിട്ട് വരാമെന്നല്ലാതെ. മറ്റു കഥാപാത്രങ്ങൾ വേറെ ഉണ്ട്, ദൃഷ്ടാന്തം, രാമാനം, മൺട്രോ തുരുത്ത്, ഇങ്ങനെയുണ്ട്. എൻ്റെ ഒരു ചോദ്യം, അങ്ങ് അഭിനയിച്ച് തുടങ്ങുമ്പോൾ ഈ കോമഡി ക്യാരക്ടർ ചെയ്യുമ്പോൾ പരിഹാസ രൂപേണയൊക്കെ കൊടക്കമ്പി ഇത് കഥാപാത്രമൊക്കെ വെച്ച് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഈ ഒരു രൂപത്തിൽ നിന്നാണല്ലോ ഇപ്പം മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളെയും ഇറങ്ങി വന്നത്. ഞാനിപ്പോൾ എടുത്തു പറഞ്ഞ ഓരോന്നായിട്ട് ചോദിച്ചു, എങ്ങനെയാണ് ഈ ഭാവമാറ്റം? ഒന്നാമത് ആദ്യം ചെയ്യുമ്പോൾ മുതലേ ചെറുതിലേ മുതലേ നമ്മളെ മനസ്സിൽ നമ്മൾ അപ്പോഴും സ്വപ്നം കാണുന്ന കൊട്ടാരക്കരയും പി ജെ ആൻ്റണിയും സത്യൻ നസീറൊക്കെ ഉള്ളൊരു കാലത്തല്ലേ. അപ്പോൾ അതിൻ്റെ ഗംഭീരന്മാരാണ് നമ്മളെ മനസ്സിലുള്ളത്. നമ്മൾ ഉടലുകൊണ്ട് അവിടെ എത്തുന്നില്ലെങ്കിലും സ്വപ്നം അവിടെയാണ്. പിന്നെ കോലം കൊണ്ട് എനിക്ക് പെട്ടെന്ന് എളുപ്പമായി, എൻ്റെ രൂപം കൊണ്ട് എനിക്ക് എളുപ്പ വഴി കിട്ടി. അപ്പം എനിക്ക് കോമഡിയെ ചേരുള്ളൂ എന്ന് ഞാൻ അമച്ചർ നാടകം കളിക്കുമ്പോഴേ അറിയാം, ഞാൻ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രം അങ്ങനെ. അപ്പം അതിൻ്റെ ആ രൂപമാണ് എന്നെ സഹായിച്ചത് അവിടേക്ക് എത്താൻ. പിന്നെ അത് തൊഴിലുള്ളതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് ചാടിപ്പോവേണ്ടി വന്നില്ല. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ
ഓരോ പേര് ചാർത്തി തരുന്നു. ഞാൻ ആഘോഷിച്ചു. ഞാൻ ആഘോഷിച്ചതും ജീവിച്ചതും ആ പേരുകളൊക്കെ തന്നെ. അത് പരിഹാസമൊന്നും ഇപ്പോഴും എനിക്ക് പറയാൻ തോന്നുന്നില്ല. എൻ്റെ അടയാളങ്ങളാണ്. അതിനൊരിക്കലും ഞാൻ അല്ല, ഒരിക്കലും ഇല്ല. അതൊരു കാലത്തിൻ്റെ സത്യസന്ധമായ വിലയിരുത്തലുകളാണ്. ഈ കാലം മാറി, തലമുറ മാറി, അവരുടെ വിദ്യാഭ്യാസവും രീതികളും അഭിമാനമൊക്കെ മാറിയെങ്കിലും എന്നെ സംബന്ധിച്ച് അതൊക്കെ എൻ്റെ അടയാളം. ഇപ്പോഴും ഞാനും അറിയാതെ എൻ്റെ സമ്പ്രദായക്കാരെയൊക്കെ ഈ പേര് അറിയാതെ വായിന്ന് വീണുപോകും. ഇന്ന് വലിയ അപരാധമാണെങ്കിൽ പോലും അത് വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത്തരം ഒരു വളരെ തീവ്രമായ കഥാപാത്രങ്ങളിലേക്കാണ് പിന്നീട് മാറിയത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരിക്കൽ ചോദിച്ചപ്പോൾ ഏത് കഥാപാത്രമാണ് ചെയ്യാൻ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ ബാഹുബലിയിലെ പ്രഭാസിന്റെ വേഷം. അതൊരു തമാശക്ക് പറഞ്ഞാണോ അതോ? അല്ല, ഒരുപാട് അങ്ങനെ തന്നെ എടുക്കുള്ളൂ. പക്ഷെ അത് ഒരുപാട് അഭിനയ സാധ്യത ഉള്ളതാണ്. അദ്ദേഹം മറ്റേ ആള് കുറെ കൂടെ നല്ല ഫിസിക്കലി ഉണ്ട്, ഇദ്ദേഹത്തിന് അത്രയില്ല. പക്ഷെ അദ്ദേഹത്തിന് ചെയ്യാൻ ഇനിയും ഉണ്ടായിരുന്നു എന്നെനിക്ക് തോന്നി. ഏതൊരു കഥാപാത്രമാണെങ്കിലും അല്ലേ, അതിലൊരു അഭിനയത്തിന്റെ സാധ്യതയാണ്. അതിന് വലിയ ഫിസിക്കൊന്നും വേണ്ട. ഇപ്പം നമ്മുടെ മലയാള സിനിമയിൽ പൊതുവെ കോമഡി കുറഞ്ഞിട്ടുണ്ട്. ഈ നായകൻ, പ്രതിനായകൻ ഇത്തരം വേഷങ്ങളാണ് ഇപ്പം അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇനി കോമഡി റോളിലേക്ക് പോകാൻ എന്തെങ്കിലും പാടുണ്ടാകുമോ, അതോ അതും ഇതുപോലൊരു അഭിനയം മാത്രമേ ഉള്ളൂ? ഇല്ല, അസാധ്യമാണ് സാർ. അത് ആ ഒരു കാലം തന്നെ നീങ്ങിപ്പോയില്ല. സിനിമയുടെ രീതി മാറി. അത്തരം ചിന്തിച്ച് അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതുന്ന സാഹിത്യകാരില്ല. സാഹിത്യകാരന്മാർ എഴുതുമ്പോൾ അതിന് വേറൊരു കാര്യമാണ്. അതില്ലാതെ വരുന്നുണ്ട്. പിന്നെ സമാധാനം കാണുന്ന ആൾക്കാർക്കും ഇല്ല. അന്നൊരു സീന് വളരെ ദൂരമായിട്ട് ജഗദീശനോ എൻ.എൽ. ബാലനോ നടന്നു വന്ന് അടുത്ത ഒരു സീനിലേക്ക് എത്തുന്നത് വരെ കട്ട് ചെയ്യാതെ വെച്ചോണ്ടിരിക്കുക ഇന്നത്തെ എഡിറ്റർക്കോ ഡയറക്ടർക്കോ സമയമില്ല. അത് കണ്ടിരിക്കില്ല ജനമെന്നാണ് അവർ പറയുന്നത്. എങ്കിൽ പിന്നെ പഴയത് ആസ്വദിക്കത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഇനി കിട്ടാൻ സാധ്യതയില്ലാത്ത കാലമാണ്. പക്ഷേ ഏത് നല്ലൊരു കോമഡി ക്യാരക്ടർ കിട്ടിയാൽ ചെയ്യാൻ തയ്യാറാണ്. ഉറപ്പായിട്ട് അതേ ചെയ്യുള്ളൂ ആദ്യം. അപ്പം തന്നെ കോമഡിയുടെ കാര്യം പറയുമ്പോൾ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ട ഒരു ഇപ്പോഴത്തെ ഈ ജഗതി ശ്രീകുമാറിന് അഭിനയിക്കാൻ പറ്റാതായ ഒരു സാഹചര്യം വന്നു. അതൊരു വലിയൊരു ശൂന്യതയല്ലേ? അദ്ദേഹത്തിൻ്റെ ശൂന്യത വലുതാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കാതെ, പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ നിന്ന് കോമഡി കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം മാറിപ്പോയല്ലോ നമുക്ക് അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹത്തിൻ്റെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും കിട്ടിയേനെ. അതുല്യനായ നടനാണ് അല്ലേ? അസാധ്യമാണ്. എങ്ങനെയായിരുന്നു അദ്ദേഹമായിട്ടുള്ളൊരടുപ്പം? എന്നെ തുടക്കകാലത്ത് ഞാൻ കോസ്റ്റ്യൂം ചെയ്തെങ്കിലും പിന്നീട് കുറേശ്ശെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കൂടെയുള്ളവരെയൊക്കെ ചിലർ പറയും ജഗദീശനൊക്കെ നമ്മളെ ഇങ്ങനെ പേടിപ്പിച്ചിട്ടുണ്ട്, വിരട്ടി വഴക്ക് പറഞ്ഞിട്ടുണ്ട്, പേടിച്ച് നിന്നൊക്കെ. അത് അദ്ദേഹം സിദ്ധിച്ചു വന്നൊരു രീതിയുണ്ട്. ആ ക്യാരക്ടർ നിൽക്കാൻ വേണ്ടി പഠിച്ച് തയ്യാറെടുത്ത് വരുമ്പോഴത്തേക്കും പുതിയൊരാളാവുന്നതിൽ ചിലപ്പോൾ ഒരു അലസത കൊണ്ടൊക്കെ ആയിരിക്കും, ശ്രദ്ധിക്കാതെ തെറ്റിക്കുമ്പോൾ ആ താളം തെറ്റിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ദേഷ്യം. അത് നെടുമുടി വേണിച്ചേട്ടനും ഗോപി സാറ്, തിലകൻ ചേട്ടൻ, ജഗദീശനൊക്കെ ഉള്ളവർ ഭയങ്കര ചിട്ടയോടെ ഇതൊരു നിസ്സാരമല്ല എന്ന് കാണുന്നവരുടെ മുമ്പിൽ അത് വല്ലാത്ത അലോസരപ്പെടുത്തും. അപ്പോൾ വഴക്ക് പറയുകയൊക്കെ ചെയ്യും. അങ്ങനെ എന്നെയും വഴക്ക് പറയുകയും ശാസിക്കുകയും കൂടെ കൊണ്ടു കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഒരു വലിയ ആരാധനയോടെ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിൽ നിർത്താൻ പറ്റുന്ന ആളാണ്. ഏറ്റവും ഇഷ്ടമുള്ള നടൻ മധുവാണെങ്കിലും ആദ്യം അഭിനയിച്ച നസീറിനൊപ്പമാണ് അല്ലേ? അതെങ്ങനെ ഉണ്ടായിരുന്നു? ചൂതാട്ടം എന്നുള്ള പേരില് അതിലെ നസീറും ജയഭാരതിയും പപ്പുവിന്റെ ഒരു സീനിലാണ് അല്ലേ? അത് പ്രേംനസീർ അന്ന് സൂപ്പർ സ്റ്റാർ ആണല്ലോ. ആണെങ്കിലും ഇപ്പോഴും നമുക്ക് ഇപ്പോൾ എല്ലാത്തിലും അങ്ങനെ നോക്കാതെ അഭിനയിക്കുന്ന ആളൊക്കെ പോലെ നസീർ സാർ അങ്ങനെ ഒരുപാട് ബലം പിടിക്കാതെ എല്ലാ സിനിമയ്ക്കും പോവും. വളരെ വലിപ്പച്ചെറുപ്പമില്ലാതെ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനെ വന്നത്. മധുവിനോടായിരുന്നു ഉള്ളതുകൊണ്ട് ഇഷ്ടമല്ലേ? മധു സാറിൻ്റെ അഭിനയം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുമാരപുരത്തും കണ്ണാമൂലേക്കും വലിയ ദൂരമില്ലല്ലേ? അവിടെ പോയി കാണാറൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒളിഞ്ഞു നോക്കിയാൽ എൻ്റെ കഴുത്ത് നെടിക്കുന്നതെന്ന് തോന്നുന്നു. മധു സാറിനെ ഒളിഞ്ഞു നോക്കിയാണ് കഴുത്ത് നീണ്ടത്. അങ്ങനെ ഒരു വലിയ കഥയുണ്ട്. അപ്പോൾ തയ്യക്കടയിൽ പോകുമ്പോൾ തന്നെയും ഞാൻ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, കടയിലിരിക്കുന്നത് ഭൂരിപക്ഷം പേരും നസീർ സാറിൻ്റെ ആരാധകരാണ്. മധു സാറിന് പറയാൻ ഞാനേ ഉള്ളൂ. ഒരു മേശരിയുണ്ട് മധു സാറിനെ ഇഷ്ടമായിട്ടാലും സിനിമയൊന്നും കാണാറില്ല, അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണില്ല. അങ്ങനെ അടി കൂടിയിട്ടുണ്ട്. അപ്പോഴവരെന്നെ കളിയാക്കാൻ പറയും നിൻ്റെ മധുവിനെ എന്തിനു കൊള്ളാടാ, ദേഹത്ത് മുഴുക്ക മുടിയുണ്ട്, വാനര വംശമാണ്, ഹനുമാനാവനെ കൊള്ളാം, നസീറിനെ നോക്കടാ, കൃഷ്ണവംശാദിക്ക്. എന്നിട്ട് അയാൾ ഉടുപ്പൂരി കാണിക്കുക, നോക്ക് എൻ്റെ ദേഹത്ത് മുടിയില്ല, ഞങ്ങൾക്ക് ശ്രീരാമനാവാം, ശ്രീകൃഷ്ണനാവാം, ഞങ്ങൾ കൃഷ്ണവംശമാണ്, അങ്ങനെയൊക്കെ പറയും. അത്തരം സെന്റും സുറുമയും വേണോ? ഡയലോഗ് ഓർക്കുന്നുണ്ടോ? നാടകത്തിൽ ആദ്യമായിട്ട് പറഞ്ഞ
അല്ലേ? അതുപോലെ കുമാരപുരം സുരൻ ആദരവേറ്റുവാങ്ങാൻ ഈ വേദിയിലേക്ക് വരണമെന്ന് അനൗൺസ്മെന്റ് വന്ന് ഓർക്കുന്നുണ്ടോ? ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതൊക്കെ ജീവിതത്തിലെ വഴിത്തിരിവുകളല്ലേ? തീർച്ചയായിട്ടും. ശരിക്കും ഈ വസ്ത്രാലങ്കാരത്തിലേക്ക് വന്ന കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിലൊരു വളരെ തമാശയായിട്ട് പറയുന്നത് അംബികയുടെ ജമ്പർ തയ്പ്പിക്കാനായിട്ട് ഒരാൾ വന്ന കഥ. ജമ്പർ എന്ന് പറഞ്ഞാൽ ബ്ലൗസാണ്. അതൊരു പക്ഷെ ഒരു രീതിയിൽ സിനിമയിലേക്ക് ആ ഒരു സംഭവം കൂടുതൽ അടുപ്പിക്കുകയും കൂടെ ചെയ്തല്ലേ? അതെ 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 അത് തന്നെയായിരുന്നു വഴി. അന്വേഷിച്ച് മെൻസ് ഹോസ്റ്റലിൻ്റെ അവിടെ ചെന്നിട്ട് നമ്മളെ ജയറാം ബേക്കറിയുടെ ഇടയ്ക്ക് അവിടുത്തെ ഒരു വീട്ടിൽ ഷൂട്ടിങ്, അണിയാത്തവളുടെ ഷൂട്ടിങ് നടക്കും. അവിടേക്ക് എന്നെ കൊണ്ടുപോയത് ഈ ജമ്പറാ. തയ്ച്ച ജമ്പർ അവിടെ അമ്പികയ്ക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ? കിട്ടിയിട്ടുണ്ട്. പിന്നെ കൊണ്ടുപോയതൊന്നും ബാക്കി പിന്നെ അതിന് ശേഷം അത് കണ്ട് ഇഷ്ടപ്പെട്ട് പിന്നെ കൊടുത്തതൊന്നും അവർ കിട്ടിയിട്ടില്ല. അതൊരാൾ വന്ന് ആളുടെ അവസ്ഥ അങ്ങനെ ആയിരുന്നു. പിന്നെ ഞാൻ കണ്ടുപിടിച്ചു ആളെ. പാവം ആളും അങ്ങനെയൊക്കെ പെട്ടുപോയിട്ട്. ഈ വസ്ത്രാലങ്കാര വിദഗ്ധൻ എന്നുള്ള ഒരു വഴിയാണല്ലോ സിനിമയിൽ പിന്നീട് സജീവമാകുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള പത്മരാജനാണോ? പത്മരാജൻ സാറ് അതിനൊരു എൻ്റെ കോലം മറച്ചു തന്നു. ഇവൻ ഇത്രയേ ഉള്ളൂവെങ്കിലും ഇവന് പണി അറിയാമെന്നൊക്കെ നമ്മളെ തിരുവനന്തപുരത്ത് തന്നെയുള്ള പ്രമാണിമാർക്കൊക്കെ ബോധ്യപ്പെടുത്തി തന്ന പത്മരാജൻ സാറാണ്. ഇല്ലെങ്കിൽ പത്മരാജൻ്റെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെന്ന് അടുക്കാൻ പോലും പറ്റാത്തവരും വിളിച്ച് പണി തരാൻ തുടങ്ങിയില്ലേ? അപ്പോൾ ചെന്നാൽ പത്മരാജൻ്റെ കോസ്റ്റ്യൂം ആരാ നിങ്ങൾ നമ്മുടെ കോസ്റ്റ്യൂം പത്മരാജൻ്റെ കോസ്റ്റ്യൂമറാ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ മനസ്സിൽ വലിയ സങ്കടം. എന്നിട്ട് ഞാൻ കയറി ചെല്ലുമ്പോഴത്തേക്ക് കോസ്റ്റ്യൂമർ വരാൻ പറയൂ, അത് ഞാനാ. അതുപോലെ ഷാജി സാറിന്റെ പിറവിക്കും വേണ്ടിയും അദ്ദേഹം പിന്നെ കുറച്ച് വർത്തമാനം പറയുന്നത് വളരെ നേരത്തെ രണ്ടുപേരും പോയി അല്ലേ? ഈ പുസ്തകത്തിലുള്ള ഒരു കൗതുകമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഈ സ്ത്രീകൾക്ക് ബോഡീസ് തയ്ക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. അന്ന് അത് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ മൊത്തത്തിൽ ഔട്ടായി പോയല്ലേ? ഒരുപാട് പൈസ നമുക്ക് കുമാരടുത്ത് തന്നെ ഞാൻ മാമൻ്റെ തൈക്കട ഇരിക്കുന്ന പോലെയല്ല, ഇപ്പുറത്തൊരു ജൗളി കടയുണ്ട്. അന്ന് ജൗളി വ്യാപാരം തന്നെയായിരുന്നു. അവിടെ തയ്യക്കടയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു മിഷനിട്ട് ഒരു പ്രായമുള്ള ആളുണ്ട്. ആളെപ്പോഴും സംസാരിച്ചും പത്രം വായിച്ചും രാഷ്ട്രീയം പറഞ്ഞൊക്കെ തിരിക്കും. നമ്മൾ ഏതോ പടത്തിൽ കൃഷ്ണൻകുട്ടി നായർ സാറിനെ കാണുന്ന പോലെ തന്നെ ഇരിക്കും. പക്ഷെ പെട്ടെന്ന് ഒരാൾ വന്നൊരു തോർത്ത് വാങ്ങിച്ചാൽ ആൾക്കും കിട്ടും ഒരു 10-15 പൈസ. കാരണം അതിൻ്റെ അരി കടിക്കുക. ഒരു ബനിയും വാങ്ങിച്ചാൽ ഉടനെ അതിൽ ഒരടി അടിച്ച് തരൂ എന്ന് പറയും. അന്ന് അങ്ങനെ ആയിരുന്നല്ലോ. മുണ്ട് കീറി വാങ്ങിച്ചാൽ അതിൻ്റെ കൂടും പഠിക്കണം. അപ്പോൾ 2 മീറ്റർ മല്ല് വാങ്ങിച്ചാൽ അവിടെ തന്നെ കൊടുക്കും. അതിൽ 6-7 ബാഡി സൂക്ഷിച്ചാൽ 7 ബാഡി വയ്ക്കാം, ഇല്ലെങ്കിൽ 6 വയ്ക്കാം. അതൊക്കെ ഇപ്പോൾ പോയില്ലേ? തയ്യക്കടയിലെ ഒരു ഇതങ്ങ് പോയല്ലേ, ഒരു പാർട്ട് കഷ്ടമായി. ആ ഒരു മിഷൻ പിന്നെ മാഞ്ഞു. ആ തിണ്ണയിൽ ആ മിഷന് ആളില്ലാണ്ടായി. ഈ വായനയുടെ കാര്യം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ടി പത്മനാഭനുമായിട്ടുള്ള അടുപ്പം അങ്ങനെയാണ്. ആ പപ്പേട്ടൻ വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കുറേ കഥകൾ വായിച്ച് എങ്ങനെയോ എവിടെയൊക്കെ ഫംഗ്ഷൻ ചെന്നപ്പോൾ ഞാൻ തൊഴുത് അടുത്ത് ചെന്ന് എനിക്കൊരുപാട് അറിയാമല്ലോ, ആൾക്കറിയില്ലെങ്കിലും. അങ്ങനെ പിന്നെ സിനിമയിലൊക്കെ എങ്ങനെയോ ആയി. ഇടയ്ക്ക് വിളിക്കുമല്ലേ? വിളിക്കുകയോ ചെയ്യും. ഇപ്പോഴും അടുത്ത് വിളിച്ചു. അപ്പോൾ ഞാൻ പുസ്തകം അറിയുമ്പോൾ കൊണ്ട് ചെന്നു. അതിൻ്റെ ഉദ്ഘാടനമൊന്നും ആയില്ല ഔദ്യോഗികമായിട്ടെങ്കിലും ഞാൻ ആദ്യം കൊണ്ടുവന്ന് എല്ലാവരിലും എത്തണതിന് മുമ്പ് കൊടുത്ത്. ഇന്ദ്രധനുസിന് ഇനിയൊരു 2ാം ഭാഗം ഉണ്ടാവും. അതിലിനി നിറമില്ല, അതിൽ ജീവിതമില്ലാതെ പോകും. അതിലുള്ള ധാരാളിത്തം. എൻ്റെ പട്ടിണി മാറി, എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണവും നിറവും താമസവും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്നിൽ അതില്ല. പിന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നു. അവരുടെയൊക്കെ കാര്യങ്ങൾ അതുവരെ പറഞ്ഞ പോലെ തുറന്ന് പറയാനും പറ്റത്തില്ല. അങ്ങനെ വിചിത്ര സ്വഭാവങ്ങൾ അല്ലാതെ മഹനീയ സ്വഭാവം ഉള്ളവരൊക്കെ ഉണ്ടല്ലോ. അത് ഇനി പരാമർശിക്കൽ അപകടമാവും. ഇതുവരെയുള്ള ജീവിതമാണ് പറഞ്ഞത്. അതെ, എൻ്റെ മോഹം ഞാൻ എവിടെ എത്തി എന്നുള്ള അതുവരെ പറഞ്ഞു നിർത്തി. അതുകൊണ്ട് എൻ്റെ ജീവിതം തീർന്നു എന്ന് തന്നെ ഞാൻ കരുതുന്നു. പിന്നെ 2ാം ഭാഗമാണല്ലേ? ജീവിതത്തിന്റെ ഒരു ആദ്യ കാലഘട്ടം വളരെ ദുരിതപൂർണ്ണമാണ്. അതെ, ഫൗണ്ടേഷൻ കഴിഞ്ഞു. ഇനിയുള്ളതെല്ലാം കെട്ടിപ്പൊക്കലാണ്. അല്ല, അന്നും പക്ഷേ ഈ ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടെങ്കിലും ഇപ്പൊ പറയുന്ന പട്ടിണി പോലെ എല്ലാം ഉണ്ടെങ്കിലും അന്നും ഒരു സന്തോഷം ഉണ്ടായിരുന്നു അല്ലേ? തൃപ്തിയാണ്. പട്ടിണി നമുക്ക് അറിയത്തില്ലല്ലോ, ഇങ്ങനെ ആയിരിക്കും എല്ലാവരും എന്നല്ലേ നമ്മൾ കരുതുള്ളൂ. അതല്ലാതെ സമയം തെറ്റി കൂടുതൽ കിട്ടുമ്പോഴാണോ ഇങ്ങനെയാണ് എന്ന് അറിയുള്ളൂ. അതുകൊണ്ട് ഭയങ്കര നിറമായിരുന്നു. സുഖവും തൃപ്തിയും സംതൃപ്തിയും
എല്ലാവരും എനിക്കൊണ്ട് നമ്മൾ മാത്രമല്ല, ആ ഒരു കാലം അങ്ങനെ ആയിരുന്നു തോന്നുന്നു. അന്നൊരു നിരാശയുടെ ഒന്നും ഒരു ചിന്തയില്ല. ഒന്നുമില്ല. പക്ഷെ പിന്നീട് നല്ല രീതിയിലേക്ക് ഇത്തരം ഈ കോസ്റ്റ്യൂമറായി അതെല്ലാം കഴിഞ്ഞ് വലിയ നടനായി, അന്നേരം ഈ സാമ്പത്തിക അതിൻ്റെ ഒരു വഴിയിലൂടെ പോകുമല്ലോ. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഈ പൈസ കിട്ടുമ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു അമിതമായിട്ടുള്ള താല്പര്യം ഉണ്ടായിരുന്നു. എന്തെങ്കിലും നേരത്തെ നമുക്ക് അന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇന്ന് കുറേ കൂടെ എളുപ്പമായി മാറി, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും, അങ്ങനെ ഒരു മോഹ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ അങ്ങനെ അമിതമായിട്ടുള്ള കാശും നമ്മൾ വാങ്ങിച്ചു തുടങ്ങിയില്ലായിരുന്നു. ഇപ്പോഴൊക്കെ ചിലപ്പോൾ ആലോചിച്ചാൽ ചിലപ്പോൾ ഞെട്ടിപ്പോവുമായിരിക്കും, കിട്ടുമായിരിക്കും. പ്രതിഫലത്തെ കുറിച്ച് കേട്ട് നമ്മളെല്ലാം ഞെട്ടിയിരിക്കുകയാണ്. അപ്പോഴത്രയൊന്നുമില്ല. പിന്നെ മൊത്തത്തിൽ കുടുംബം കുറേ പേരുണ്ടല്ലോ, ഓരോരോ കാര്യങ്ങളും ശരിയായി വരുമ്പോൾ മാത്രമേ എത്തുള്ളൂ അങ്ങും ഇങ്ങും. എങ്കിലും ഒരു ഉയർച്ച മാതാപിതാക്കൾ കണ്ടു. നന്നായി കണ്ടു. സ്വന്തമായിട്ട് വീടും, ചോരാത്ത വീടും, മക്കൾക്കൊക്കെ കല്യാണം കഴിഞ്ഞു, എല്ലാവരും ഈ പറഞ്ഞ കണക്ക് ആദി പിടിക്കാതെ ജീവിതമൊക്കെ അമ്മയെ കണ്ടു. അച്ഛൻ കണ്ടില്ല എന്നേ ഉള്ളൂ. അമ്മ അതെല്ലാം കണ്ടു. നിങ്ങളെ ഈ പറഞ്ഞു തന്ന പുസ്തകം മാത്രം വായിക്കാനുണ്ടായില്ല. എല്ലാ മക്കളെ അമ്മ ഒരുപോലെ നോക്കി. പിന്നെ അച്ഛൻ പക്ഷേ എപ്പോഴും ഒരു അച്ഛൻ അങ്ങോട്ട് ഒരു പക്ഷേ ഞാനൊക്കെ സ്വപ്നം, എൻ്റെ അച്ഛനും സ്വപ്നം, അവിടേക്ക് എത്താൻ പറ്റിയില്ല അച്ഛന്. അതാ എവിടെയോ അച്ഛൻ ഇടറിപ്പോയി. പിന്നെ അച്ഛന് ഇന്നിപ്പോൾ ഈ കുമാരപുരത്തൂടെയൊക്കെ നടക്കുമ്പോൾ ഈ പഴയ കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് ഇന്ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന, താങ്കൾ ഈ പദവികളിലോ അല്ലെ സ്ഥാനമാനങ്ങളിലോ ഒന്നും അഭിരമിക്കുന്ന ഒരാളല്ല, പക്ഷെ എങ്കിലും അന്നത്തെ ആ ഒരു ഒരു സൈക്കിളിൻ്റെ വീലും ഒക്കെ ഉരുട്ടി ഓടിയിരുന്ന ഒരു കാലത്ത് നിന്ന് ഇപ്പോൾ ഇവിടെ ഈ കറുപ്പിലെ മട്ടാഞ്ചേരി സുകുമാരൻ വരെ എത്തി നിൽക്കുന്ന ഈ കാലം എന്താണ് താങ്കളുടെ ഒറ്റ നോട്ടത്തിൽ തോന്നുന്നത്? മാറിപ്പോയി സാർ. അപ്പം അങ്ങനെ ചെയ്യാനും നിൽക്കാനും പറ്റൂല. ഇനി അങ്ങനെ ചെന്നാൽ ഇതാരാ, ഇവിടെ എന്താ ഷൂട്ടിംഗ് നടക്കുന്നു, ഇവിടെ ഞാൻ അവിടെയുള്ള ആളൊന്നും, കാരണം അവിടെയുള്ള ആരും ഇവിടെ ഇപ്പം അവിടെ ഇല്ല. കുമാരടുത്ത് ഞാൻ പഴയ ആളാ, എൻ്റെ സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ അവർ അതിശയിക്കുന്ന വിധത്തിലുള്ള ആൾക്കാരേ ഉള്ളൂ. ഈ കുമാരപുരം വികസിക്കുന്നതിനനുസരിച്ച് ഗണപതി ഭവൻ മാത്രമേ ഇവിടെ ഉള്ളൂ. കഞ്ഞിപ്പരയുണ്ട് ഇപ്പോൾ. അപ്പോൾ ആ പൊതുജന റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഉള്ള ബാക്കി അടയാളങ്ങളെല്ലാം മാഞ്ഞു പോയി. നമ്മളാ അതിൽ ഇപ്പുറത്ത് എതിർവശത്തിരിക്കുന്ന ഇപ്പോൾ പാർട്ടി എവിടെയൊക്കെ വളവിലിരിക്കുന്നു, വഞ്ചിപോറിൻ്റെ തന്നെ അവരുടെ ഇതുകൊണ്ട് കഞ്ഞിയൊന്നും കൊടുക്കുന്നില്ല. കഞ്ഞിയില്ല, കഞ്ഞി വെക്കാൻ ആളുണ്ടോ എന്ന് പോലും അറിയില്ല. അവരെ ഒരുപാട് പോയിട്ടുണ്ടോ? പോയി അതിനകത്ത് കയറിയിട്ടുണ്ട്. പണ്ടൊക്കെ അങ്ങനെ ചെറുതിലേക്ക് കയറിയിട്ടുണ്ട്, തിളക്ക് തുറന്നിട്ടേക്കുമ്പോഴൊക്കെ. ഇപ്പം അതൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു കൈമാറി വേറെ ആരുടെയൊക്കെ കയ്യിലായിരിക്കും. അന്ന് ഈ പഠിച്ച് 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വീണ്ടും തയ്യൽ കടയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു. പിന്നെ പിൽക്കാലത്ത് 7ാം ക്ലാസ് പരീക്ഷ എഴുതി പാസ്സായി. ഏറ്റവും ജീവിതത്തിൽ ഒന്ന് തിരിച്ച് കിട്ടിയിരുന്നെങ്കിലെന്ന് കരുതുന്നത് എന്താണ്? പഠിത്തമാണോ? ആ സമയത്ത് കുറച്ചുകൂടെ കിട്ടിയെങ്കിലെന്ന് തന്നെ. എനിക്ക് ഇംഗ്ലീഷൊക്കെ വായിക്കായിരുന്നു, ഹിന്ദി അത്യാവശ്യം അറിയായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോഴും ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ കണ്ണാടി നോക്കുമ്പോഴത്തേക്ക് പഠിച്ചു എന്ന് പറയാൻ സമാധാനപ്പെടുത്താന്നേ ഉള്ളൂ. ആ സമയത്തൊരു കുറച്ചും കൂടെ ഒരു 3-4 വർഷം കൂടെ കിട്ടിയിരുന്നെങ്കിൽ പഠിക്കാമായിരുന്നു. അപ്പോൾ 4-ലൊക്കെ ABCD തുടങ്ങുന്നേ ഉള്ളൂ. ഹിന്ദി ഒന്നും ആയിട്ടില്ല. അതുകൊണ്ടാണ് ഹിന്ദി ചിത്രങ്ങളിലൊന്നും അഭിനയിക്കാൻ പോകാത്തത്. ഇപ്പോഴും ചില പടത്തിലേക്ക് ഹിന്ദി പറയുന്നുണ്ട് ഞാൻ. ഈ സ്വയം എപ്പോഴും ഒരു വളരെ വിനയത്തോടും ലാളിത്യത്തോടുമാണ് പെരുമാറുന്നത്. ഈ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ആൾക്കാരെ കണ്ടാൽ തന്നെ ചിലപ്പം ഒന്ന് ഒതുങ്ങി മാറിപ്പോകാൻ തോന്നുന്നു. അങ്ങനെയുള്ള ആൾക്കാരാണോ ഇപ്പോഴും ഉള്ളത്? ശരിക്കും എനിക്ക് മാറാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഭയങ്കര മഹത്വമുള്ളവരാണ്. അവർക്കൊന്ന് അങ്ങനത്തെ ഒരു ഹുങ്കോ ഒരു പത്രാസൊന്നും കാണിക്കുന്നവരല്ല. പക്ഷേ എങ്കിലും രാജസേനൻ്റെ ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഒരു അംഗീകാരം കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഒരു പാക്കും വെറ്റിലയും ഒരു പവനും കൊടുത്തു. അന്ന് രാജസേനൻ പറഞ്ഞു ഇതുപോലൊരാൾ വേറെ ഇതിനു മുമ്പ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിൽക്കാലത്ത് രാജസേനൻ പറഞ്ഞ് ഈ ലാളിത്യവും വിനയവും ഒക്കെ വെറും അഭിനയമാണെന്ന്. എന്ത് പറയുന്നു? ശരിയായിരിക്കും. അത് മാറുന്നത് കാണുന്നതൊക്കെയല്ലേ അറിയുള്ളൂ. എന്നുവെച്ചാൽ അത്ര ഭാവമാണെങ്കിൽ എനിക്ക് നിൽക്കാനും പറ്റില്ല എന്ന് അദ്ദേഹം ഊഹിച്ചിട്ടുണ്ടാവും. എനിക്ക് ഇതൊക്കെ കരുതി വയ്ക്കേണ്ട ചില മൂല്യങ്ങൾ എനിക്കുണ്ട്, അതിൽ ഞാൻ മുറുകെ പിടിക്കുന്നു. അദ്ദേഹമായിട്ട് എനിക്ക് വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല, ചെറിയ വ്യത്യാസമുള്ളൂ. എങ്കിലും എൻ്റെ കത്രികയ്ക്ക് റെസ്റ്റ് തന്ന ഒരാളാണ് അദ്ദേഹം. ധൈര്യമായിട്ട് തുടരെ ഹിറ്റുകൾ തന്നതുകൊണ്ടാണ്
എനിക്കങ്ങനെ നിൽക്കാൻ പറ്റിയതോ സമ്മാനം വാങ്ങിക്കാൻ പറ്റിയതോ പിന്നെ അദ്ദേഹത്തിന് ചെല്ലാൻ പറ്റിയോ. അപ്പോൾ അത് പ്രായം കൊണ്ട് അദ്ദേഹം ഒരുപാട് ഉയരം നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം നിരീക്ഷിച്ചാണ് എന്നെ സംബന്ധിച്ച്. അത് അദ്ദേഹത്തിന്റെ നിരീക്ഷണം എന്നുള്ള രീതിയിലേ കാണുന്നുള്ളൂ. ആയിരിക്കണം. ശരിക്കും അങ്ങനെ അല്ലല്ലോ. താങ്കൾ ഒരു പാവമാണോ? പാവമല്ലേ? ആയിരിക്കൂല. പാവമായിരിക്കും, അങ്ങനെയാണെന്ന് പറയാറില്ല. എന്നാലും ഞാൻ പ്രതികരിക്കേണ്ടതൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് സാർ. അങ്ങനെ ഒന്നിനും പോകില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളോ നമുക്ക് ചേരുന്നിടത്തേ നിൽക്കാറുള്ളൂ. ഇങ്ങനെ പെശക് പറ്റിപ്പോകുന്നെങ്കിൽ ഞാൻ പ്രതികരിക്കേണ്ടടുത്തൊക്കെ പ്രതികരിക്കുന്നുണ്ട്. ഇപ്പം നാഷണൽ അവാർഡ് കിട്ടി, ഇപ്പം ചൈനയിൽ ഷാങ്ഹായ് ഫെസ്റ്റിവലിൽ അവിടുന്ന് അംഗീകാരം കിട്ടി, സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടി. ഈ അവാർഡുകൾ പ്രതീക്ഷിക്കാറുണ്ടോ? അതോ ഒരു നടൻ്റെ വളർച്ചയിൽ അവാർഡുകളുടെ റോൾ എന്താണ്? നമ്മൾ പിന്നെയും പിരികേറ്റാന്നേ ഉള്ളൂ. അത് പ്രതീക്ഷിക്കുകയൊന്നുമില്ല, നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കില്ല. പിന്നെ അതിൻ്റെ ഒരു ഇതൊക്കെ കഴിഞ്ഞു വരുമ്പം കൂട്ടുകാർ പറയില്ല എന്ന് അങ്ങനെ അവർ മനസ്സിലോട്ട് ഇട്ട് തരുന്ന ചില മോഹങ്ങളുണ്ടാവും. അല്ലാതെ നമ്മൾ അതിനു വേണ്ടിയല്ല ഒരിക്കലും ആരും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കിട്ടിയാൽ അതൊരു പിന്നെ നമ്മളെ പിരികേറ്റി വിടല, ഇളക്കി വിടല. അപ്പം അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വരുമ്പോഴത്തേക്ക് പതുക്കെ നമുക്ക് ഇത് കൊള്ളാലോ എന്ന് തോന്നി ആ വഴിക്ക് മൂവ് ചെയ്യും. അതേ ഉള്ളൂ. ഇപ്പോൾ താങ്കൾ തുടങ്ങിയത് പ്രേംനസീറിൻ്റെ ഒപ്പമാണ്. ഒരുപാട് താരങ്ങളും സംവിധായകരും ഒക്കെ മാറി വന്നു. പുതിയ ചെറുപ്പക്കാർ, പുതിയ കുട്ടികളുടെ കയ്യിലേക്ക്, അല്ലെങ്കിൽ പുതിയ പിള്ളേരെന്ന് പറയുന്ന രീതിയിൽ അവരിലേക്ക് സിനിമ വന്നു. പക്ഷെ അതിനെല്ലാം ഒപ്പം പിടിച്ചു നിൽക്കുന്നുണ്ട്. അവർക്ക് വേണ്ടത് കേറ്റർ ചെയ്യുന്ന രീതിയിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു രഹസ്യം? അവരെ എങ്ങനെയാണ് കാണുന്നത് പുതിയ തലമുറയെ? നമ്മൾ ഒരുപാട് ഉപദേശിക്കാനൊന്നും പോകാതെ നമ്മളെ മക്കളെയൊക്കെ രീതിയല്ലേ, നമ്മൾ അവരെയും നോക്കില്ലേ. അവന് കൊള്ളാലോ ആള്. മോനാണെങ്കിലും അവൻ്റെ ചില രീതികളും അവൻ്റെ ഫോൺ ചെയ്യലും അവൻ ഫോൺ ഉപയോഗിക്കണമൊക്കെ കാണുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ വീട്ടിൽ നിന്നേ പരുങ്ങുന്നുണ്ട്. അപ്പോൾ അതുപോലെ അത് പുറത്ത് അത്തരമുള്ള കുട്ടികളാണ്. അവർ ഭയങ്കര നിസ്സാരം. പെട്ടെന്ന് മൊബൈലിൽ മോണിറ്റർ പോലെ നോക്കുക, ഒരു ഷോട്ട് എടുത്തിട്ട് മോണിറ്റർ നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ല ഇതിവിടെ കണ്ടിന്യൂറ്റി പ്രശ്നമുണ്ട്, ഈ ക്യാമറയിൽ കൂടെ നോക്കാതെ ദൂരേക്ക് നഷ്ടമുണ്ട്, അതുകൊണ്ട് കാണിക്കുക. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ പേടിച്ച് അവൻ്റെ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടെന്നുള്ള കണക്ക് നിന്ന് കൊടുക്കണം. അവരെ ശല്യം ചെയ്യാത്തതുകൊണ്ടായിരിക്കും അവരെന്നെ ആട്ടി പായിക്കാത്തതെന്ന് തോന്നും. അവരിൽ നിന്ന് ഒരുപാട് മലയാള സിനിമ പ്രതീക്ഷിക്കാനുണ്ടല്ലേ? ഒരുപാടുണ്ട്. മിടുക്കന്മാരാണ്. ആണ്. ഇപ്പോൾ പ്രേംനസീറിൻ്റെ തലമുറയിൽ നിന്ന് മാറി വന്ന് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും, ഇവർ രണ്ടുപേരും ഇപ്പോൾ ആരാണ് ഏറ്റവും പ്രിയങ്കരൻ എന്ന് ചോദിച്ചാൽ പാടായിരിക്കും പറയാം. പക്ഷെ മമ്മൂട്ടിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? മോഹൻലാലിനെ കുറിച്ചുള്ള അഭിപ്രായം? രണ്ടും ഈ ഒരുപാട് പറഞ്ഞതൊക്കെ ഭയങ്കര ശുദ്ധന്മാരാണ്. അവരുടെ ജോലി ഇത്രത്തോളം ശ്രദ്ധിക്കാനായിട്ടും അതാണ് ശരിക്കും പുതിയ കുട്ടികൾക്ക് ഓർക്കാൻ പറ്റുന്ന അതേ ഉള്ളൂ. മമ്മൂക്കയാണെങ്കിലും മമ്മൂക്ക പിന്നെ അധികം അങ്ങനെ ചിരിക്കുകയും കാര്യമൊന്നുമില്ലെങ്കിലും എല്ലാം നോക്കും, പെട്ടെന്നൊരു മറുപടി പറയും. എന്നാൽ മറുപടി പറഞ്ഞ് നമുക്ക് നൊന്തെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ നമ്മളെക്കാളും നൊന്തിട്ടായിരിക്കും അങ്ങനെ ദൂരെ പോയിരുന്നിട്ട് വീണ്ടും തിരിഞ്ഞു നോക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ലാൽ സാർ. അങ്ങനെയല്ല, ലാൽ സാർ ചിരിച്ചുകൊണ്ട് തന്നെ കാര്യമായിട്ട് എല്ലാ ടെൻഷനൊന്നും കാണിക്കാതെ എല്ലായിടത്തും ഇടപെടും. എങ്കിലും അവരുടെയൊക്കെ മനസ്സിൽ സിനിമയെ അവർ കാണുന്നതും നമ്മളെ ആളുടെ ക്യാരക്ടർ അല്ലാതെ ആ സിനിമയുടെ ടോട്ടാലിറ്റി അതിൽ അഭിനയിക്കുന്നവർ എല്ലാത്തിലും ഇടപെട്ട് അവർ ഒരുപാട് ഭാരം മനസ്സിലോട്ട് വയ്ക്കുന്നുണ്ട് അവർ. അതുകൊണ്ടായിരിക്കും അവർ ഇപ്പോഴും നമുക്ക് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് തോന്നുന്നു. ഈ കോമ്പിനേഷൻ സീനിലേക്ക് വരുമ്പോൾ എതിർപക്ഷത്ത് വരുന്ന നടൻ അല്ലെ നടി, അത് എത്രമാത്രം അത് ഒരു അഭിനയത്തിന്, നമ്മുടെ ഒരു അഭിനയത്തിൻ്റെ സാധ്യത കൂട്ടും അല്ലെ കുറയ്ക്കും? അവർക്ക് നിസ്സാരമായിട്ട് നമ്മളെ നശിപ്പിക്കാം, നമ്മളെ നന്നാക്കുകയും ചെയ്യാം. അത് എതിരെ നിൽക്കുന്ന ഒരാൾ പോലെ തന്നെ ഉള്ളൂ. അല്ല, ഇതൊരു പക്ഷേ നല്ലൊരു ആർട്ടിസ്റ്റാണ് എതിർപക്ഷത്ത് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ അഭിനയം വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും. ഒരുപാട് നമ്മൾ രസമായി മാറുകയും ചെയ്യും. രസം അത് ഡയറക്ടർ പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് അത് കൊണ്ടുപോകാൻ പറ്റും. എനിക്കാണ് ഈ ഇപ്പോൾ പറഞ്ഞ ചിന്ന ആശകളിൽ അതുപോലെ അവർ ഇത്ര ക്യൂട്ടായിട്ട് അവരുടെ നോട്ടം, അവരുടെ ചലനങ്ങൾ വളരെ നിശബ്ദമായിട്ട് നമ്മളും പെട്ടെന്ന് അറിയാതെ നമ്മൾ വേറൊരു രീതിയിലോട്ടായിപ്പോവും. ഇതൊന്നും പറയാത്ത ആളാണെങ്കിൽ പറ്റുന്നൊരു ഏറ്റവും വലിയ അപകടം ഈ ഡയറക്റ്റ് തന്നെ ക്യാമറ വെച്ച് എടാ അല്ലെങ്കിൽ എടി നീ അങ്ങോട്ട് നോക്ക്, നീ ഇതെട്, നീ പറയും കുറച്ചിട്ട് കഴിഞ്ഞ് പറയും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഡയറക്റ്റും കൂടെ അങ്ങനെയാണെങ്കിൽ, ഇതിൻ്റെ സാധ്യത അറിയാത്ത ഡയറക്റ്റാണെങ്കിൽ ഇങ്ങനെ സൈക്കിൾ അജ്ഞം പോലെ കമൻട്രി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം മൊത്തം നശിച്ചു പോകും. സട്ടിലായിട്ട് കൈകാര്യം ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതെ. മധുബാല ഈ സിനിമയിൽ അഭിനയിച്ച ശേഷം ഒരു ഇൻ്റർവ്യൂ പറഞ്ഞു, സാറിനൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമാണ്, അദ്ദേഹം യാതൊരു നിയന്ത്രിക്കാൻ വന്നില്ല,
ആരും അങ്ങനെ എല്ലാം വളരെ സപ്പോർട്ടീവായിരുന്നു. പക്ഷേ അത് ചെയ്യണോ ഇത് ചെയ്യണമെന്നൊന്നും പറഞ്ഞതേ ഇല്ലെന്ന് പറഞ്ഞു. കാരണം ഞാൻ അവരൊന്ന് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ജീവിതം എന്താ പഠിപ്പിച്ചത്? അടങ്ങി ഒതുങ്ങി നിന്നാ മര്യാദയ്ക്ക്. എന്താണ് ശരിക്കും ജീവിതത്തിൻ്റെ രസം? ഇഷ്ടമുള്ള ജോലി ചെയ്യലും കുടുംബത്തിൽ മര്യാദയ്ക്ക് നമ്മളെ കാര്യവും കൂട്ടുകാരും ഒക്കെ ആയിട്ട് നന്നായിട്ട് ആരും ഉപദ്രവിക്കാതെയും ദ്രോഹിക്കാതെയും നമ്മുടെ കാര്യങ്ങൾ ചെയ്തു പോകാം. പറ്റിയാൽ സഹായിക്കാം, ഇല്ലെങ്കിൽ ചുമ്മാ വിട്ടേക്കാമെന്നൊക്കെ ഉള്ളൂ. ഈ എന്താ ഹോബി പോലെ അങ്ങനെ വായന എഴുത്ത് വായന ഇഷ്ടമാണ്. ഈ ആത്മകഥയ്ക്ക് പുറമെ ഒരു പുസ്തകം കൂടെ എഴുതിയായിരുന്നല്ലോ. നേരത്തെ സൂചി നൂലെന്ന്, അത് ശംസുദ്ദീൻ തന്നെ കേട്ടിട്ടൊക്കെ ചെയ്തു തന്നതാണ്. അതന്ന് DC ബുക്സുകാർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടന്നതാണ്. ഇപ്പോഴും ബാർബർ ഷാപ്പും തയ്യക്കടയും ജവളിക്കടയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിന്നുപോയി നിറം മാറിയല്ലോ. അപ്പോൾ അന്നത്തെ അനുഭവം പറയാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. ഈ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം വല്ലാത്തൊരു വിഷമമായി എന്തെങ്കിലും ബാക്കിയുണ്ടോ? നമുക്ക് ഭക്ഷണം ശരിക്ക് തരാൻ പറ്റിയില്ല എന്ന് ആദ്യം പിടിച്ച അച്ഛനെ ഒന്ന് നേരെ നോക്കാൻ പറ്റിയില്ല. അച്ഛൻ നിന്ന് തന്നില്ല എന്നുള്ളത് മാത്രമേ. ആ ഒരു വിഷമമുണ്ട്. പക്ഷെ അച്ഛൻ അമ്മയായിട്ട് നോക്കും, അച്ഛൻ കുറച്ചുകൂടെ റിസർവ്ഡ് ആണെങ്കിലും പക്ഷെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഉള്ളപ്പോഴെല്ലാം അച്ഛനെ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ഞാൻ എൻ്റെ ഇതിലൂടെ മക്കളെല്ലാവരും ഇങ്ങനെ എത്തണമെന്ന് ചിന്തിച്ചാൽ അത് അവിടെ അത് ചെയ്യാൻ പറ്റാതെ വന്നതിലുള്ള അച്ഛൻ്റെ ഒരു സ്വയം വിഷമം ഉണ്ടാവുമായിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നിരിക്കും. അതാണ് അതുകൊണ്ടൊക്കെ ഒന്നും അറിയാനും വയ്യ എന്താണ്. അതൊക്കെ ഓർക്കാറുണ്ടല്ലേ? അത് പഴയ കാലത്തിലേക്ക് എപ്പോഴും തിരിഞ്ഞു നോക്കൂ. നമ്മൾ പോയിട്ട് വരുമ്പോൾ എപ്പോഴും കുമാരടുത്ത് ആ കടത്തിണ്ണയിൽ ഞാൻ ഇത്ര വളർന്നതിനും അച്ഛനത് അറിഞ്ഞുകൂടാ. അച്ഛൻ അവിടെ വന്നിരിക്കും എന്നെയും കൊണ്ടുപോയി. അപ്പോൾ ഒരു പരിധിവരെ എനിക്കിത് കൂട്ടുകാരുടെ കളിച്ച് നടക്കണമെന്നുണ്ട്. പക്ഷെ അച്ഛൻ അവിടെ കാത്തിരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ ഓടിപ്പോവും. ഉള്ളിലെ കടൽ ഇപ്പോഴും അലറിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ ശാന്തമായ രാത്രിയിൽ കുമാരപുരത്ത് നിലാവുള്ള രാത്രിയിൽ മുണ്ടും മടക്കി കുത്തി നടക്കാൻ തോന്നുന്നുണ്ടോ? ഉണ്ട് സാർ. ഇനി വരാൻ പോകുന്ന പുതിയ ചിത്രങ്ങൾ ഏതാണ്? ഇനിയിപ്പോൾ ഓണത്തിന് ഖലീഫയുണ്ട്. പിന്നെ ചെയ്തു വെച്ച പടങ്ങളുണ്ട്. രഘുനാഥ് പലേരി സാറിൻ്റെ സ്ക്രിപ്റ്റൊക്കെ എഴുതി ചെയ്യുന്നൊരു പടമുണ്ട്. കൂട്ടുകാരുടെ 1-2 പടങ്ങളുണ്ട്. അതൊക്കെ ഇനി തീർന്നു വരുന്നതേ ഉള്ളൂ. വല്ലാത്ത തിരക്കിലേക്ക് മുങ്ങി താണില്ല ഇപ്പം? ഇല്ല, അങ്ങനെ ഇല്ല. ഇപ്പം സമയം കിട്ടുന്നുണ്ട്. ഉണ്ട്. പണ്ട് ഓടി 2 ദിവസം 4 ദിവസം തിരുവനന്തപുരം കോഴിക്കോട് അങ്ങനെ ഓട്ടം ഇല്ല ഇപ്പോൾ. ഇപ്പോൾ കിട്ടുന്നതിലൊക്കെ ഇത്തിരി വലിയ കഥാപാത്രം ഒരുപാട് സൂക്ഷിച്ച് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതും ഒക്കെ ആയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ നിന്ന് ആഘോഷിച്ച് ആസ്വദിച്ച് ചെയ്യണമെന്നുള്ളതുകൊണ്ട് ദിവസങ്ങൾ കൂടുതൽ വേണം. അതുകൊണ്ട് എണ്ണത്തിൽ കുറയുന്നുണ്ട്. കഥാപാത്രങ്ങൾ കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഇതിലും മികച്ച കഥാപാത്രങ്ങൾ വരട്ടെ, വലിയ അംഗീകാരങ്ങൾ ഇനിയും വരട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു ജി.